അതായത് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് കറണ്ട് ഉള്ള സമയത്ത് തന്നെ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങ് വെട്ടം പോലെ ഒരു സാധനം, ആ ഫിലമെൻ്റ് മാത്രം ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണാം. സമ്മർ വന്നാലും പവർ കട്ട്, മൺസൂൺ വന്നാലും പവർ കട്ട്. ഇനിയിപ്പോൾ നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വല്ല സ്വിറ്റ്സർലൻഡിലോ അവിടെ എവിടെയും പോയി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സെക്ഷനിലും ഉള്ള ഡോക്ടർമാർ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ഒരവസ്ഥ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ എപ്പോൾ നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പ്രൈവറ്റ് ആശുപത്രിക്കാരുടെ പൈസയും മേടിച്ചിട്ട് ഇതുമെല്ലാം സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ഇനിയിപ്പോൾ നോക്കും. ഇപ്പോൾ കറണ്ട് ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം പവർ കട്ട് ഉണ്ടെങ്കിൽ അത് സണ്ണി വക്കീൽ അതിന് ഏബിളല്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഈ സബ് കമ്മിറ്റി അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിനൊരു ന്യായീകരണമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെള്ളമെല്ലാം സംഭവം മഴ പെയ്തിട്ട് വെള്ളമെല്ലാം കടലിലോട്ട് ഒളിച്ചു പോകുന്നുണ്ടല്ലോ. വെള്ളം ആവശ്യത്തിന് ഡാമിലില്ലേ? സത്യത്തിൽ ഈ പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളത്, സണ്ണി വക്കീൽ ഉൾപ്പെടെയുള്ളവരെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു 4 ദിവസം നാട്ടിൻപുറത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കണം. എന്നിട്ട് ഈ പവർ കട്ടിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കണം. നമസ്കാരം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന, എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അധികം കേൾക്കാത്ത ഒരു സംഗതിയാണ് ഈ പവർ കട്ട് എന്ന് പറയുന്നത്. ഇപ്പം എന്തൊക്കെ രാഷ്ട്രീയമായ വിരോധങ്ങളുണ്ടെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേരളത്തിലധികം ഇല്ലാതിരുന്ന ഒന്നുകൂടിയാണ് ഈ ലോഡ് ഷെഡിങ്. പക്ഷേ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് സ്ഥിരമായിട്ട് കേരളത്തിൽ പവർ കട്ടാണ്. മഴയുടെ ലഭ്യതക്കുറവ് ഒരു കാരണമായിരിക്കാം. എങ്കിൽ പോലും ഇതെല്ലാം മുൻകൂട്ടി കണ്ട് കറണ്ട് അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്നിരിക്കെ ഇനി കേരളം പോകുന്നത് ഒരു ഇരുട്ടിലേക്കാണോ? അല്ല, പിന്നെ മഴയുടെയും വെള്ളത്തിൻ്റെയും ലഭ്യതക്കുറവ് എന്ന് പറയുന്നതിനകത്ത് തന്നെ ആദ്യം എനിക്ക് കേട്ടപ്പോൾ ചിരി വന്ന്. മഴ പെയ്തിട്ടും പിന്നെ മണ്ണിടിച്ചിട്ട് വരെ ഉണ്ടായി. നാട്ടിൽ പിന്നെ എല്ലാ ജില്ലയിലും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും പിന്നെ യെല്ലോ അലർട്ടും ഒക്കെ ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് എന്ന് തുടങ്ങിയ മഴയാണ്. ഇപ്രാവശ്യം മൺസൂൺ നേരത്തെ വന്നു. മൺസൂൺ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വരുന്ന പോലുമില്ല മര്യാദയ്ക്ക്. ഇന്നാണൊരു കുറച്ച് തെളിച്ചുള്ളത് കുറേ ദിവസങ്ങൾക്ക് ശേഷം. കുടയില്ലാതെ എങ്ങോട്ടും പോകാനോ റെയിൻകോട്ടില്ലാതെ വണ്ടിയിൽ യാത്ര ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഇത് പിന്നെ കഴിഞ്ഞൊരു 10 വർഷമായിട്ടൊന്നല്ല, ഏകദേശം 98 ആ കാലഘട്ടം തൊട്ട് തന്നെ പവർ കട്ട് എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു മരം വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ സമയത്ത് പവർ കട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. ഇപ്പം പവർ കട്ട് ഇല്ല എന്ന് കേൾക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. കാരണം മറ്റേത് പവർ കട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പവർ കട്ട് ഇല്ലാതിരിക്കുമ്പം ഇപ്പോൾ ആളുകൾക്ക് പവർ കട്ട് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടുള്ള മാതിരിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് ഈ ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത്. അതായത് 1996 ഈ പിണറായി വിജയനാണ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏൽക്കുന്നത് നായനാർ മന്ത്രിസഭയിൽ. 96 തൊട്ട് 98 വരെ അദ്ദേഹം ഇരുന്നുള്ളൂ. 98 ചടയൻ ഗോവിന്ദൻ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ മരണപ്പെട്ടപ്പം ഇദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയോഗിതനാക്കി. പിന്നെ നിയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായി S. ശർമ്മ വരുന്നു ആ സമയത്ത്. അതിനുശേഷം നമ്മളുള്ളൊരു കാലഘട്ടം, പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പം പിന്നീട് വന്നിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സർക്കാരുകളുടെ കാലത്ത് അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒരു പവർ കട്ട് ഉണ്ടാവുന്നു എന്നല്ലാതെ ഇതൊരു സ്ഥിരം ശീലമായിട്ട് നമുക്ക് മാറിയിട്ടില്ല. പക്ഷേ ഇപ്പം പവർ കട്ടൊന്നുമല്ല ഇതിന് പറയുന്നത്. ഇതിന് പിന്നെ വൈദ്യുതി നിയന്ത്രണം, അതെന്ത് നിയന്ത്രണം എന്ന് ഒരു ഓമനപ്പേരിട്ട് വിളിച്ചിരിക്കുക ഒരു സാധനത്തിന്, വൈദ്യുതി നിയന്ത്രണം. ഈ പേര് മാറ്റിയോണ്ട് കാര്യമൊന്നുമില്ല. സാധാരണ ഫലത്തിലെന്താ, കറണ്ടില്ല. ഇത് തന്നെയാണ് വിഷയം, കറണ്ടില്ല എന്നുള്ളതാണ് വിഷയം. ഇത് പിന്നെ ഒരു വല്ലാത്ത കഴിവില്ലായ്മയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എൻ്റെയൊക്കെ കുഞ്ഞുകാലത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഗ്രാജുവേഷനും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും എൻ്റെ അനിയത്തിയുടെ ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. കാരണം ഒരു ഉൾപ്രദേശത്തായിരുന്നു. അവിടേക്ക് കറണ്ട് എത്തിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരൊറ്റപ്പെട്ട വീടായിരുന്നു. അത് കുറേ പ്രയാസപ്പെട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മളെ കറണ്ട് ഒന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ലൈഫിനകത്ത് 1 മിനിറ്റ് കറണ്ട് പോകുമ്പം ഒരു സ്ഥാപനം സ്റ്റക്കായി പോവുകയാണ്. എത്ര കോടിയുടെ നഷ്ടമാണ് വരുന്നത് ആലോചിച്ച് നോക്കൂ.
ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇവർക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നെങ്കിലും സാധനം എത്തിക്കണ്ടേ? അതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കണ്ടേ? അത് കൃത്യമായിട്ടത് മുടങ്ങാതെ നിൽക്കണ്ടേ? കാരണം അതിനിപ്പോൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നാൽ തന്നെയും ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് വരുന്ന നഷ്ടം നികത്തിക്കൂടെ? കാരണം ഇവിടെ സ്റ്റക്കായി പോവുക. എന്നാൽ ഈ മന്ത്രിമാരുടെ വീട്ടിലെല്ലാം പവർ കട്ടിൻ്റെ പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എല്ലായിടത്തും ജനറേറ്റർ ഉണ്ട്. അവരുടെ AC വരെ പ്രവർത്തിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ജനറേറ്ററാണ്. എല്ലാ രീതിയിലുള്ള സുഖസൗകര്യങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിരുന്ന ഒരു സാധനമാണ് ഈ എമർജൻസി ലാമ്പ്. എമർജൻസി ലാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വീടുകളിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കുറേ കാലങ്ങളായിട്ട്. പഴയതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കേട് വന്ന് പോയതൊന്നും പിന്നീട് റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് മേടിച്ചിട്ടില്ല ആരും. അത് ആക്രിക്കാരന് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. കാരണം എമർജൻസി ലാമ്പ് പുതിയതായിട്ട് മേടിക്കേണ്ട ആവശ്യം വരാറില്ല. എമർജൻസി ലാമ്പിൻ്റെ കച്ചവടങ്ങളും പൊതുവെ അത്തരം സ്ഥാപനങ്ങളിൽ, ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങളിൽ കുറവായിരുന്നു. കാരണം അവർ പർച്ചേസ് ചെയ്യുന്നില്ല. പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഡെഡ് സ്റ്റോക്കായിട്ട് അവിടെ കിടക്കുക. അവർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെ വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ സാധനം കൊണ്ടുവന്ന് വിറ്റിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്കാരനും സപ്ലൈ ചെയ്യുമൊന്നുമില്ല. ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് കറണ്ട് ഉള്ള സമയത്ത് തന്നെ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങ് വെട്ടം പോലെ ഒരു സാധനം, ആ ഫിലമെൻറ്റ് മാത്രം ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ കാണാം. ഇപ്പം അല്ലാതെ ആൾക്കാർ അടുത്തടുത്ത് ഇപ്പം നമ്മൾ വിട്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ശരിക്കും കാണാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു മാറ്റം വന്നിരുന്നത്. അപ്പം ഈ പവർ കട്ട് എന്ന് പറയുന്നൊരു വാക്ക് ന്യൂ ജനറേഷന് പരിചിതം പോലും അല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം പവർ കട്ട് എന്നുള്ളൊരു വാക്ക് പുതിയ തലമുറയ്ക്ക് അറിയേയില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 10-15 വയസ്സുള്ള പിള്ളേർക്ക് പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പഠിച്ചു. അങ്ങനെ ഒരു ഗുണമുണ്ടായി. പവർ കട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആശുപത്രി മേഖലയിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീണ ജോർജിനെയൊക്കെ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്, നമ്മളും വിമർശിച്ചിട്ടുണ്ട്. കാരണം ഞാനൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് വർഷങ്ങൾ കുറേയായി. നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അടൂരിലേക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് അത് ഏത് ആശുപത്രിയാണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധന നടത്തണമല്ലോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ. വൈദ്യപരിശോധന നടത്താൻ വേണ്ടി കയറിയപ്പം രാത്രി ഞങ്ങൾ കയറുന്നത് എന്തൊരു തിരക്കാണെന്നറിയാം ആശുപത്രിയിൽ. അതുമാത്രമല്ല, ആവശ്യത്തിന് സ്റ്റാഫുണ്ട്, അവർ നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള ഇഷ്ടം പോലെ രോഗികൾ ആശുപത്രികളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ അതിന് വേണ്ട ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഉണ്ട്. മറ്റേത് വൈകുന്നേരം എവിടെയെങ്കിലും ഡോക്ടേഴ്സിൻ്റെ താലൂക്ക് ആശുപത്രിയിലൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവുമോ? ഇല്ല. ജില്ലാ ആശുപത്രി പോയാൽ പോലും രാവിലെ OP-യിലൊക്കെ ഇത് കഴിയും, പിന്നെ റൗണ്ട്സ് അടിക്കും. അത് കഴിഞ്ഞിട്ട് സർജറിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരവരെ പരിപാടി കഴിയും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുമായിരുന്നു. രാത്രി പോയി കഴിഞ്ഞാൽ എമർജൻസിയിൽ മാത്രമേ ഡോക്ടർ ഉണ്ടാവുകയുള്ളായിരുന്നു. ഇപ്പോൾ എല്ലാ സെക്ഷനിലും ഉള്ള ഡോക്ടർമാർ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നൊരവസ്ഥ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ എപ്പോൾ നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം പ്രൈവറ്റ് ആശുപത്രിക്കാരുടെ നിന്ന് പൈസയും മേടിച്ചിട്ട് ഇതുമെല്ലാം സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ഇനിയിപ്പം നോക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് കളികൾ കളിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജില്ലാ ആശുപത്രി നിൽക്കുന്നിടത്ത് അതൊന്ന് മന്ദീഭവിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറുന്നത് അതിൻ്റെ അടുത്തുള്ള പ്രദേശത്തുള്ള ബാക്കിയുള്ള സ്വകാര്യ ആശുപത്രികളാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ നിന്ന് വൈദ്യപരിശോധന കഴിഞ്ഞ് കൊണ്ടുപോയി പിന്നീട് ജഡ്ജിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് വീണ്ടും ഒരു വൈദ്യപരിശോധന നടത്തണം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്. ആ വൈദ്യപരിശോധന നടത്തിയത് അടൂർ ആശുപത്രിയിലാണ്. അടൂർ ആശുപത്രി ചെല്ലുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് തിരക്ക്, ആവശ്യത്തിന് സ്റ്റാഫ്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. ഇതൊക്കെ ഇനി എന്നാ വെട്ടിക്കുറയ്ക്കാമെന്നറിയില്ല. അവിടുന്ന് ഡോക്ടർമാരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാതിരിക്കുക. ഇപ്പം ഹൗസ് സർജൻസി വേണമെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചവരെ തന്നെ ഹൗസ് സർജൻസി വേണമെങ്കിൽ ഇവിടെ കമ്പൽസറി അല്ലാതാക്കുന്ന നിയമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കളികൾ കളിക്കുന്നുള്ളത് എനിക്കറിയില്ല. മൂന്നാമത്തെ കാര്യം KSRTCയെ കുറിച്ചാണ്. പണ്ട് KSRTC നമ്മൾ ആനവണ്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ചരിത്രമൊക്കെ ഭയങ്കര രസകരമാണ്. KSRTCയുടെ ചരിത്രമൊക്കെ തിരുവിതാംകൂർ
രാജകുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ രസകരമായിട്ടുള്ള ചരിത്രമുണ്ട്. ഇപ്പോൾ KSRTC അല്ല നമ്മുടെ വിഷയം. KSRTC ബസ്സിൽ കാലങ്ങളായിട്ട് പിന്നെ നമ്മളൊന്നും യാത്ര ചെയ്യുന്നില്ല പൊതുവെ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യാനും ഇടയായി. ഈ തിരിച്ചുള്ള യാത്രയ്ക്കിടയിൽ KSRTC ബസ്സിലും കയറാനിടയായി. KSRTC ബസ്സിൽ കയറിയപ്പോൾ വളരെ വൃത്തിയാണ് കാര്യങ്ങൾ. ഇത് ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ നവീകരിച്ചെടുത്തതിനകത്ത് KB ഗണേഷ് കുമാറിന് വലിയ പങ്കുണ്ട്, ഇടതുമുന്നണി സർക്കാരിന് വലിയ പങ്കുണ്ട്, ആശുപത്രികളുടെ കാര്യത്തിനകത്ത് ശൈലജ ടീച്ചർക്കും വീണ ജോർജിനും വലിയ പങ്കുണ്ട്, ഇടതുമുന്നണി സർക്കാരിന് വലിയ പങ്കുണ്ട്. ഇതിനൊക്കെ കാണാതെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം സമ്മർ വന്നാലും പവർ കട്ട്, മൺസൂൺ വന്നാലും പവർ കട്ട്. ഇനിയിപ്പോൾ നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വല്ല സ്വിറ്റ്സർലൻഡിലോ അവിടെ എവിടെയും പോയി ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇടതുമുന്നണി സർക്കാരിൻ്റെ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായധനത്തോടു കൂടിയിട്ടാണെങ്കിൽ തന്നെയും അനർട്ടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സോളാർ പാനലുകൾ വ്യാപകമാക്കിയിരുന്നു. അതുപോലെ തന്നെ വീടിൻ്റെ മേൽക്കൂരയിൽ സോളാർ വെക്കുക, ആ സോളാർ വെച്ചിട്ട് അവിടെ അവരുടെ ആവശ്യത്തിനുള്ള അതിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. വലിയ എമൗണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത്. ഞാനത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ വീട് പിന്നെ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ റൂഫിൽ ഇത് ചെയ്യുമ്പം 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ടെറസിൻ്റെ മുകളിലേക്ക് നേരിട്ട് ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് വീടിന് ചൂടാവുന്നത് കുറച്ച് കുറയും. കാരണം ഇത് ഈ സാധനത്തിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ സോളാറിന് പിന്നെ അനർട്ടിൻ്റെ പിന്നെ ആണെങ്കിലും ബാക്കിയുള്ള ഏജൻസികളാണെങ്കിലും ഒക്കെ മുഖേന സോളാറിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും അവർക്ക് ആവശ്യത്തിന് സബ്സിഡി കൊടുക്കുകയും അത് അവർ മാസം ചെലവഴിക്കുന്ന കറണ്ട് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം അവർക്ക് പിന്നെ ഇതിന് വേണ്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ 1-2 വർഷം കൊണ്ട് അവർക്ക് വസൂലായി കിട്ടും. അത് മാത്രമല്ല, ഇവർക്ക് കൺസ്യൂം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വൈദ്യുതി KSEB വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയുണ്ടായിരുന്നു. KSEBിയിലേക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ ഗ്രിഡിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ KSEBിയിലേക്ക് ഈ പിന്നെ വീട്ടുടമസ്ഥന് എക്സ്ട്രാ വരുന്ന വൈദ്യുതി, അവരുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള വൈദ്യുതി KSEBിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി. ഇപ്പോൾ കറണ്ട് ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം പവർ കട്ട് ഉണ്ടെങ്കിൽ അത് സണ്ണി വക്കീൽ അതിന് ഏബിളല്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. സണ്ണി വക്കീൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട്, കാരണം പുള്ളി കുറച്ചുകൂടി അനുഭവപരിചയമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പിന്നെ മലയോര മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. പവർ കട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കർഷക കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീമുമായിട്ട് ആലോചിച്ച് ഇതെങ്ങനെ, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കേണ്ടത്. സർക്കാർ തന്നെ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ആളുകൾക്ക് തന്നെ വോട്ട് ചെയ്തവർക്ക് തന്നെ ഇപ്പോൾ ചെയ്തത് അബദ്ധമായി പോയോ എന്ന് തോന്നുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും ജലസേചന വകുപ്പ് മന്ത്രിയും ഇവരെല്ലാവരും കൂടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ സബ് കമ്മിറ്റി അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന സംവിധാനം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അതിനൊരു ന്യായീകരണമില്ല. വെള്ളമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെള്ളമെല്ലാം സംഭവം മഴ പെയ്തിട്ട് വെള്ളമെല്ലാം കടലിലോട്ട് ഒളിച്ചു പോകുന്നുണ്ടല്ലോ. വെള്ളം ആവശ്യത്തിന് ഡാമിലില്ലേ? ഡാം വലതും ഷട്ടർ എനിക്ക് തോന്നുന്ന ഈ പ്രാവശ്യം അധികം തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയും മഴ പെയ്യുന്നുണ്ട്. ഈ ഡാമുകൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ അത്രയും വിസ്തൃതിയിലുള്ള ഭൂമിയിലെ പിന്നെ വെള്ളമാണ് അതിനകത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ എല്ലാം റിസർവ് വനത്തിനകത്തൊക്കെയാണ് പല ഡാമുകൾ നിൽക്കുന്നത്. അപ്പോൾ അത്രയും സ്ഥലത്തെ വെള്ളം വരുന്നതാണ്. അപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എന്തായിരുന്നാലും കാര്യക്ഷമത കുറവുണ്ട്. ഇതിനകത്ത് ഒരു വിഷണറിയുടെ അഭാവമുണ്ട്. ഇതിനകത്ത് ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കുറവുണ്ട്. ഇതിനകത്ത് പിന്നെ ജനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു കരുതലില്ലായ്മയുണ്ട്. ഇത് ഞാൻ താമസിക്കുന്നിടത്ത് വൈദ്യുതി ഉണ്ടല്ലോ, എൻ്റെ മന്ത്രി വസതിയിൽ വൈദ്യുതിയുണ്ട്, എൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് പഠിക്കാൻ വെളിച്ചമുണ്ട്, ഞാൻ കിടന്നുറങ്ങാൻ AC വരെ പിന്നെ അവർക്ക് എല്ലാത്തിനുമുള്ള വൈദ്യുതിയുണ്ട്. അതെല്ലാം നമ്മുടെ പൈസയിൽ നിന്നാണ് പോകണമെന്നുള്ളത് ആലോചിക്കണം. ഈ ജനറേറ്ററിന് വേണ്ട ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ബില്ലും നമ്മളുടെ നികുതി പണത്തിൽ നിന്നാണ് പോകുന്നത്. അത് പോയിട്ട് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് സത്യത്തിൽ ഈ പറയുന്ന പോലെ എനിക്ക് പറയാനുള്ളത് സണ്ണി വക്കീൽ ഉൾപ്പെടെയുള്ളവരെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു 4 ദിവസം നാട്ടിൻപുറത്ത് കൊണ്ടുപോയിട്ട് താമസിപ്പിക്കണം. എന്നിട്ട് ഈ പവർ കട്ടിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കണം.
ആലോചിച്ച് നോക്കുമോ പിന്നെ തോമസേ, ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഒക്കെയുള്ള വീടുകളിൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊന്നും ജനിച്ചപ്പോൾ ഉള്ള സ്ഥിതിയിലല്ല. കാരണം നമ്മളുടെ ഈ കാലാവസ്ഥയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഉള്ള അന്തരീക്ഷ ഊഷ്മാവല്ല ഇപ്പം നിൽക്കുന്നത്. അതുമാത്രമല്ല ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. മഴക്കാലത്താകുമ്പോൾ പിന്നെ അതില്ല എന്ന് പറയാം. പക്ഷേ ഒരു ദിവസം മഴ പെയ്തില്ലെങ്കിൽ അന്ന് നമുക്ക് നല്ല ചൂടാണ്. ഇത് പിന്നെ മനുഷ്യൻ നേരിട്ട് അനുഭവിക്കുന്ന ചൂടിൻ്റെയോ തണുപ്പിൻ്റെയോ വിഷയം മാത്രമല്ല. സ്ഥാപനങ്ങൾ, ഇപ്പം ചെറുകിട കടക്കാർ, ബാക്കിയുള്ളവർക്ക് അവർക്കൊക്കെ ഈ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നിൽക്കാൻ പറ്റുമോ? ഇല്ല, കഴിയില്ല. ഇപ്പം ചെറിയ ചായക്കടക്കാരൻ അവന് ഇരുട്ടിലായി, അവന് പിന്നെ വൈകുന്നേരമായ ഒരു കച്ചവടക്കാരൻ അവിടെ കയറില്ല. അതേസമയം വൻകിട ഹോട്ടലുകാർക്ക് അവർക്ക് വലിയ ജനറേറ്ററും വെച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അവർ അതിനനുസരിച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, സാധാരണക്കാരൻ്റെ സ്ഥാപനങ്ങളെ ബാധിക്കുന്നതാണ്. വെളിച്ചമില്ലാത്ത ഒരു ചെരുപ്പ് കടയിലോട്ട് ആരെങ്കിലും ചെരുപ്പ് മേടിക്കാൻ കയറുമോ? അതേസമയം ബാറ്റയുടെ വലിയ ഷോറൂമിൽ ജനറേറ്റർ ഉണ്ടാവും, അവിടെ ആൾക്കാർ കയറും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറും. അതേസമയം സാധാരണക്കാരൻ്റെ കടയിൽ കയറില്ല. അത് പിന്നെ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ, ഇപ്പോൾ ലുലുവിൽ പവർ കട്ട് ബാധിക്കൊന്നുമില്ല. അവർക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്, ആൾക്കാർ അവിടെ കയറും. അതേസമയം നാട്ടിൻപുറത്തെ ചെറിയ പിന്നെ പലചരക്ക് കടക്കാരൻ്റെ അടുത്ത് വെളിച്ചമില്ലാതെ മെഴുകുതിരിയും കത്തിച്ചിരിക്കുന്നിടത്ത് ആരെങ്കിലും കയറി ചെല്ലുമോ? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ലോബിയെ സഹായിക്കാനാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം ഇനി എമർജൻസി ലാമ്പിൻ്റെ കമ്പനിക്കാരുടെ നിന്നുള്ള കമ്മീഷൻ മേടിച്ചിട്ട് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന ഒരു പവർ കട്ടായിട്ട് എനിക്കിത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും ഈ കാര്യത്തിനകത്ത് ചെയ്യേണ്ട അടിയന്തരമായി മന്ത്രിസഭ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിലാണ്. അതിന് വേണമെങ്കിൽ ഒരു ഉപസമിതിയെ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇറിഗേഷൻ മന്ത്രി, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ മന്ത്രി, ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട്, ഇവർ രണ്ടുപേരും മാത്രമായാലും മതി, അതിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കൂട്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും എവിടെയെങ്കിലും എന്തെങ്കിലും റിപ്പയറിങ്, ഏതെങ്കിലും പവർ ഹൗസിൽ എന്തെങ്കിലും ജനറേറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് ചെയ്ത്, ഈ മഴക്കാലത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് കറണ്ടില്ല എന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി ഊള ന്യായീകരണമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.